ഗ്രാമസഭയ്ക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത പഴയ കാലത്തിലേക്ക് ഈ 9.5 വർഷം ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി അതിനെതിരെ ഒരു വിധിയെഴുത്തായിരിക്കും ഈ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഏലംകുളം സുകുമാരനുണ്ട്. വാർഡിൽ മത്സരിക്കുന്ന അബൂതാഹിർ തങ്ങളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഹാരിസ് കളത്തിലുണ്ട്. ഏലംകുളം പഞ്ചായത്തിന്റെ 5 വർഷം ജനങ്ങൾ തെരഞ്ഞെടുത്തെങ്കിലും 4 വർഷം ഭരിച്ചിട്ട് 1 വർഷം പിന്നെ LDF വിട്ടുകൊടുക്കുകയല്ല, അവരങ്ങ് പിടിച്ചെടുത്ത ഏലംകുളത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അന്നും നമ്മൾ ഏലംകുളത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, വീണ്ടും അവിടെ എന്തുകൊണ്ടാണ് പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിച്ച് വീണ്ടും നയിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്രതീക്ഷിതമായത് 2 ദിവസം കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി കേട്ടു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി കരുത്തനാണ്, യുവമുഖമാണ്. അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് UDFന്റെ കഴിഞ്ഞ പ്രാവശ്യം UDF ജയിച്ച ഡിവിഷനാണ്. ഇത്തവണയും ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏലംകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരനുണ്ടോ? തീർച്ചയായിട്ടും അങ്ങാടിപ്പുറം ഡിവിഷനിലെ ജനങ്ങള്, പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. ജില്ലാ പഞ്ചായത്ത് തുടങ്ങി വെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് സമഗ്രമായ എല്ലാ മേഖലകളിലും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വികസനത്തിന് എന്നും ഒരു പൈലറ്റ് ജില്ലയാണ്. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ്. ആ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ഒരു അവസരം കിട്ടുക, ജനങ്ങളുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനും ജനങ്ങൾക്ക് ആവശ്യമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞ സമയത്ത് ജില്ലാ പഞ്ചായത്തും ഡിവിഷൻ മെമ്പറും തുടങ്ങി വെച്ച ഒട്ടേറെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഡിവിഷനിലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ജനങ്ങൾ അത് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്, വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനൊപ്പം തന്നെ ജനങ്ങളെ കൂടെ നിൽക്കാൻ കഴിയും. കഴിഞ്ഞ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 4 വർഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു പരിചയവും അതിനു മുമ്പേ ജനപ്രതിനിധികളുടെ പരിചയവും പൊതുരംഗത്ത് കഴിഞ്ഞ 10-28 വർഷത്തെ പൊതുരംഗത്തുള്ള പരിചയമൊക്കെ എനിക്ക് അങ്ങാടിപ്പുറം നിവാസികൾക്ക്, ഈ ഡിവിഷനിലെ 2-3 പഞ്ചായത്തുകളിലെ നിവാസികൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ട്. ഈ ജനങ്ങളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ 2 ദിവസമായി പ്രചരണ രംഗത്തുണ്ടല്ലോ, അവരിൽ നിന്നുള്ള പ്രതികരണം? അവരൊക്കെ വലിയ സ്വീകാര്യതയോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. നമ്മളൊക്കെ കുറെ വർഷങ്ങളായി അറിയുന്ന ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷെ എങ്കിൽ പോലും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മളെ പല രീതിയിലും അറിയുന്ന ആളാണ്. അവരൊക്കെ ഏറ്റവും നല്ല രീതിയിലാണ് ഏറ്റെടുത്തു കഴിഞ്ഞു. അവര് എല്ലാ പിന്തുണയും നൽകി ഈ വരുന്ന 11-ാം തീയതി വരെ നമുക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിനും മുന്നിൽ നിന്നുള്ള വാക്ക് നൽകിയിട്ടുണ്ട്. LDFന്റെ പല പ്രവർത്തകരും നേതാക്കളും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം, പിന്നെ പെൻഷൻ വർധനവ്, സ്ത്രീകളെ പെൻഷൻ കൊടുക്കുന്ന വീട്ടമ്മമാർക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ LDFന് അനുകൂലമാവുമെന്നാണ് പറയുന്നത്. അപ്പോ ഇതിനെയൊക്കെ പ്രതിരോധിച്ചിട്ട് വേണം സുകുമാരൻ ചേട്ടൻ ഇവിടെ വിജയിച്ച് കയറണമെങ്കിൽ. അപ്പൊ അതൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കില്ലേ? ഈസി ആയിട്ട് പ്രതിരോധിക്കാൻ കഴിയും. കാരണം ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിലയിൽ എനിക്കൊന്നും അതിനെക്കുറിച്ച് അതിദരിദ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് തരത്തിലാണ് അതിദരിദ്രം എന്നുള്ളത്. കാരണം നമുക്കറിയാം അതൊരു വാക്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പല പ്രദേശങ്ങളിലും അതിദരിദ്രർ എന്നുള്ളത് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്ത് വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ വികസന തുടർച്ചയും ഒരു എടുത്തു പറയത്തക്ക എന്ത് വികസനമാണ് കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്? അപ്പൊ അതൊന്നും ജനങ്ങളതൊന്നും വിശ്വസിക്കില്ല. കാരണം ജനങ്ങൾ ഇവിടെ ജനവിരുദ്ധതയാണ് കഴിഞ്ഞ 9 വർഷം എല്ലാ മേഖലകളിലും. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞ ഒരു സർക്കാരാണ് കഴിഞ്ഞ 9.5 വർഷമായിട്ട്. ലൈഫ് പദ്ധതി ആണെങ്കിലും മറ്റു ഒട്ടേറെ വികസന പദ്ധതികളാണെങ്കിലും ഗ്രാമസഭയ്ക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത പഴയ കാലത്തിലേക്ക് ഈ 9.5 വർഷം ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി അതിനെതിരെ ഒരു വിധിയെഴുത്തായിരിക്കും ഈ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്. ഏതായാലും LDFന്റെ വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത്, ഒരു വീടുകളിലും കയറുമ്പോൾ UDFന് നേരത്തെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും ആർക്കും അറിയില്ല എന്നുള്ള രീതിയിൽ ആരോപണമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ LDFും UDFും നല്ല കനത്ത പോരാട്ടം തന്നെ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. LDFന്റെ ദിലീപ് യുവമുഖം മാത്രമല്ല, അദ്ദേഹം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അദ്ദേഹം PMKSY പദ്ധതി പ്രകാരമുള്ള കുറെ കോടിക്കണക്കിന് രൂപയൊക്കെ ആ ഡിവിഷനിലൊക്കെ ചെലവഴിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോ നിങ്ങൾ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, മാത്രമല്ല DCC ഭാരവാഹിയാണ്. നിങ്ങൾക്കും ഒരുപാട് പൊതുപ്രവർത്തന രംഗത്തും പിന്നെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ചൂണ്ടിക്കാട്ടാനുണ്ട്. അപ്പോ
നേരത്തെ UDF-ന്റെ മെമ്പറായിരുന്ന ഷെയർ ബാനു തുടങ്ങി വെച്ചതും ഇനി തുടങ്ങാനുള്ളതുമായ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണം. ജനങ്ങൾക്ക് വലിയ നല്ല കാര്യങ്ങൾ, ജനസേവനം ഒരു ജീവിതചര്യയാക്കി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടി, ഉറപ്പായിട്ടും ഈ ഡിവിഷനിൽ സുകുമാരൻ ചേട്ടന് വിജയിച്ച് കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ ഡിവിഷനിൽ വിജയിച്ച് കയറാൻ കഴിയും. കാരണം ജനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ സമയത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതുപോലെ തന്നെ പല വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ജനങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങാടിപ്പുറം ഡിവിഷനിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ടീം UDF. ഇവിടെ ടീം UDF പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഇന്നോ അവര് ടീം UDF ആയി കഴിഞ്ഞു. കാരണം ഇരിക്കുന്നൊക്കെ കാണുന്നൊക്കെ UDF-ന്റെ വലിയ പ്രബലരായ നേതാക്കന്മാരാണ്. ഇവരൊക്കെ രാവിലെ മുതൽ 7 മണിക്ക് മുതൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരുന്ന് എല്ലാ പ്രവർത്തനത്തിനും അങ്ങാടിപ്പുറം പഞ്ചായത്തും കുഴക്കാട്ടിരി പഞ്ചായത്തും മങ്കട ബ്ലോക്ക് ഡിവിഷനിലെ മുഴുവൻ ആളുകളും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങാടിപ്പുറം ഡിവിഷൻ മാത്രമല്ല ഈ വാർഡിലെ തങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് സ്ഥാനാർത്ഥി ആരിസും എല്ലാവരും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഏതായാലും ഉറപ്പിച്ചു പറയുകയാണ് സുകുമാരൻ ചേട്ടൻ, ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് വികസനത്തെക്കുറിച്ചും വികാസ പരിണാമങ്ങളെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുള്ളവരാണ്. അപ്പോൾ ഉറച്ച പ്രതീക്ഷയുണ്ട് അങ്ങാടിപ്പുറം ഡിവിഷനിൽ നിന്നും വിജയിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായാലും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തായാലും ജനപ്രതിനിധി ആയാലും ഒരുപാട് കാലം അദ്ദേഹം ജനസേവകനായി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ സുവ്യക്തമാണ്. അങ്ങനെയെങ്കിൽ വിജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പോലെ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റുകയുള്ളൂ. തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, ആരെ വേണം ആരെ വേണ്ടെന്ന്. ജനം തീരുമാനിക്കട്ടെ അവർക്ക് ആരെ വേണമെന്ന്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.